ശരീരവും മനസ്സും ദൈവികമായ ഒരു യാത്രയ്ക്ക് തയ്യാറാക്കിയ ശേഷം ഭക്തർ നടത്തുന്ന തീർത്ഥാടനമാണ് ശബരിമല യാത്ര. മാസപൂജകൾക്ക് നട തുറക്കാറുണ്ടെങ്കിലും വൃശ്ചികം 1 മുതൽ ധനു 10 വരെയുള്ള സമയമാണ് ശബരിമലയിൽ ഏറ്റവും തിരക്കേറിയ പുണ്യവേള. വൃശ്ചികം 1 മുതൽ മകരസംക്രമം വരെ തീർത്ഥാടകരുടെ ശരീരവും മനസ്സും വീടും വ്രതത്തിന് തയ്യാറെടുക്കുന്നു. ഇരുമുടിക്കെട്ട് തലയിലേറ്റുന്നവർക്കും 41 ദിവസത്തെ വ്രതാനുഷ്ഠാനം പാലിച്ചവർക്കുമാണ് 18ാം പടി ചവിട്ടുവാനുള്ള യോഗ്യത. വ്രതധാരികളുടെ നാവിൽ നിന്നും ശരണമയ്യപ്പ എന്ന മന്ത്രം പിരിയാതെയിരിക്കണം. ഏതു പ്രവൃത്തി ചെയ്യുമ്പോഴും സ്വാമി ശരണം എന്നുരുവിടണം. സാത്വികമായ സസ്യാഹാരവും ബ്രഹ്മചര്യവും അത്യന്താപേക്ഷിതമാണ്. മകരവിളക്ക് അഥവാ മകരസംക്രാന്തി ശബരിമല തീർത്ഥാടന കാലത്തെ ഏറ്റവും വിശേഷപ്പെട്ട തിരക്കേറിയ സന്ദർഭമാണ്. വൃശ്ചികം 1 മുതൽ മകരവിളക്ക് വരെ മലയാളക്കരയാകെ ശരണം വിളികളാൽ മുഖരിതമാകുന്നു. അയ്യപ്പാരാധനയുടെ ഓരോ അനുഷ്ഠാനവും ഈശ്വരനോട് കൂടുതൽ അടുക്കുവാനും സർവവ്യാപിയായ പരാശക്തി തന്നെയാണ് താനെന്ന ബോധം ഉണ്ടാക്കുവാനുമാണ്. മനസാ വാചാ കർമ്മണ ശരണമയ്യപ്പ എന്ന മന്ത്രാക്ഷരങ്ങൾ സ്മരിക്കുകയാണ് ലക്ഷ്യത്തിലെത്തുവാനുള്ള വഴി. അയ്യപ്പ വ്രതമുദ്ര ധരിക്കുന്നതോടെ തൻ്റെ മനസ്സും ശരീരവും ഭക്തൻ അയ്യപ്പസ്വാമിക്ക് സമർപ്പിക്കുന്നു. ശരണമയ്യപ്പ എന്ന വിളി ശരണമന്ത്രത്തിന്റെ തുടക്കമാണ്. ഒരു ക്ഷേത്രത്തിൽ വെച്ചാകുമ്പോൾ അവിടുത്തെ ദേവത ഗുരുവാകുന്നു. തിരിച്ചുവന്ന് മുദ്ര മാറ്റുന്നതുവരെ ഒരേയൊരു മന്ത്രം ശരണമയ്യപ്പ എന്നായിരിക്കും. Presented by Chaikari, Kazhakkottam, near Infosys, Thiruvananthapuram. Chai, 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 Chaikari.